വലത്തെ കയ്യിൽ കിതാബ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞാൻ ഒരുപാട് പൈസ ഒന്നും ചോദിക്കണില്ല, ഒരുപാട് സമ്പത്തൊന്നും ചോദിക്കണില്ല. അല്ലേ ഉസ്താദേ? അടുത്ത കൊല്ലത്തേക്ക് എങ്ങനെ നാളത്തെ പരിപാടിക്ക് നാളെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. എന്താണ് ചാക്ക വേണ്ട, അരിയാ വേണ്ട? അരിയും ഇറച്ചിയാ വേണ്ട. ഇൻഷാ അല്ലാ പൈസ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട, അരി ഇറച്ചിയും കൊടുത്താൽ മതി. ഇൻഷാ അല്ലാ കൊടുക്കുന്നവർക്കൊക്കെ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ കമ്മിറ്റിക്കാരെന്തിയാ? കമ്മിറ്റിക്കാർ നിങ്ങളൊന്ന് എണ്ണീച്ചപ്പോ, നിങ്ങളത് പിരിക്കാനൊന്നുമല്ല, എണ്ണീച്ചോ, ഒരു കാര്യത്തിൽ എണ്ണീച്ചോ. ഇനി നിങ്ങൾ ഇരിക്കേണ്ട സമയമല്ല, നിങ്ങൾ ഇനി ഓടേണ്ട സമയമാണ്. നസ്രായിൽ റൂഹ് പിടിക്കാൻ പോകണമല്ലോ, പിരിക്കാൻ പോകേണ്ട സമയം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാളുടെയും പേരറിയില്ല, എനിക്ക് ആകെ രണ്ട് ഇവിടെ ഇരിക്കുന്ന ഷംസൂനെ അറിയാം, പിന്നെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദിനെ ഒരുപാട് കടപ്പുറത്ത് വെച്ച് കണ്ട ഒരു പരിചയമുണ്ട്, വേറെ ഒരാളെ എനിക്കറിയില്ല. ഞാൻ പറയാം ഇൻഷാ അല്ലാ, ഒരാളോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുമില്ല. ഇതിന്റെ എപ്പോഴാണ് ഉസ്താദ് ഇതിന്റെ സാധനം കിട്ടേണ്ട? എപ്പോഴാണ്? നാളെ ഏൽപ്പിച്ചാൽ ഇൻഷാ അല്ലാ. ഉസ്താദ് പറയണത് ഒരുപാടൊന്നും പിഴിയേണ്ട ഉസ്താദ് എന്നാ പറയണേ. ഇതിന്റെ സാധനങ്ങൾ എപ്പോഴും എടുക്കേണ്ടത്? നാളെ നിങ്ങൾ കൊണ്ട് കൊടുക്കണം. നാളെ എന്തുണ്ടാകും? ചോറുണ്ടാകും, അതിലേക്കുള്ള സംഭാവനയാണ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ, ഇൻഷാ അല്ലാ. ഉസ്താദെ, ഞാനൊരു 15 കിലോ അരി ഉസ്താദെ ഞാൻ നാളെ കൊണ്ട് കൊടുക്കാമെന്ന് പറയണവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ, ഒന്ന് കൈവയ്ക്ക. ഉസ്താദെ, ഒരു 15 കിലോ അരി ഉസ്താദ്. അൽഹംദുലില്ലാ. മൊയ്തീൻ കുഞ്ഞെന്ന് പറയണ വലക്കാർ 2 കിൻഡൽ അരി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ റാഹത്തിലാക്കണേ നാദാ, പടച്ചവനെ ആ സാധുക്കളുടെ വള്ളങ്ങളില് വലകളില് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, ഖൈറായ മത്സ്യം കൊടുക്കണേ അല്ലാ, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ദുരന്തങ്ങൾ കൊടുക്കല്ലേ അല്ലാ, കാലവിപത്തുകൾ കൊടുക്കല്ലേ അല്ലാ, കണ്ണീറുകളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ, അസൂയാലുക്കളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ, മാരണം ചെയ്യുന്നവരെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ, അവർക്കും മത്സ്യം കൊടുക്കണേ അല്ലാ, സമ്പത്തിന് വർധനവ് കൊടുക്കണേ അല്ലാ, ഈമാന് കൊടുക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, ഖബറിൽ നാളെ വലത്തെ ഭാഗത്തുകൂടി പ്രകാശം കടന്നു വരുന്ന വിഭാഗങ്ങളില് പെടുത്തണേ നാദാ, സ്വീകരിക്കണേ അല്ലാ, മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടിയാണ്, ഹലാലാകുന്ന മുറാദ് ഹാസിലാകാൻ വേണ്ടിയാണ്. ഒരു സാധുവായ സഹോദരിയാണ് ഉസ്താദേ, 25 കിലോ അരി ഞാൻ തരാം ഉസ്താദേ, 10 കിലോ ഇറച്ചി ഞാൻ തരാം ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് തന്ന 2ാമത്തെ സഹോദരിയാണ്. അല്ലാഹുവേ കബൂലാക്കണ അല്ലാ, ആ സഹോദരിക്ക് ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ, മക്കളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ദാമ്പത്തികത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ദുരന്തങ്ങൾ കൊടുക്കല്ലേ അല്ലാ, കാലവിപത്തുകൾ കൊടുക്കല്ലേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, തഖ്വ കൊടുക്കണേ അല്ലാ, മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, കീറിമുറിക്കുന്ന രോഗങ്ങളോ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനേ. ഒരു സഹോദരി അൽഹംദുലില്ലാ, എത്ര ഉസ്താദേ? സീതയുടെ ഞാൻ വായിച്ച സീതയെന്ന് വായിച്ച സീതിച്ചാടെ വലക്കാരെന്ന് പറഞ്ഞാൽ വള്ളങ്ങൾ. സീതിച്ചാടെ വള്ളം. അൽഹംദുലില്ലാ. എത്ര? 100 കിലോ 100 കിലോ അരി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, 1 കിൻഡലാണ് പടച്ചവനെ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. സീജിത്താടെ പ്രിയപ്പെട്ട വലക്കാർ അൽഹംദുലില്ലാ, വള്ളത്തിലെ പ്രിയപ്പെട്ടവർ അൽഹംദുലില്ലാ, 100 കിലോ അരിയാണ്. അവർക്കെല്ലാവർക്കും നാദാ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവരെ 100 കിലോ അരിക്ക് പകരമായി
വേണ്ടിയിട്ട് എല്ലാ ഖൈറും കൊടുക്കണേ നാദാ. പടച്ചവരെ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലോ, മത്സ്യത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ, നഷ്ടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ലാഭങ്ങൾ കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലോ. അതിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട സാധുക്കളാകുന്ന തൊഴിലാളികൾക്ക് ബറക്കത്ത് കൊടുക്കണേ നാദോ. പടച്ചവനെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഖൈറായ സമ്പാദ്യം കൊടുക്കണേ നാദോ. പടച്ചവനെ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. MF വലക്കാർ 2 കിൻഡൽ അരി, 50 കിലോ ഇറച്ചി, ചിങ്കം വലക്കാർ. ചിങ്കം ഇതൊക്കെ വള്ളത്തിന്റെ പേരാ, നല്ല പേരല്ലേ ചിങ്കം. ഉസ്താദ് വള്ളത്തിലൊക്കെ പോകാറുണ്ടോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വള്ളത്തിൽ പോയി, ഒരു കൊന്നില്ലെന്നേ ഉള്ളു കൊണ്ടുപോയിട്ട്, തിരിച്ചു കൊണ്ട് ഇറക്കി. എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളുടെ ജോലിയിലൊക്കെ അള്ളാഹു ബറക്കത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ല, ഞാൻ പറയാം, എനിക്ക് കടപ്പുറത്ത് പോയാൽ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങൾക്കൊക്കെ ഉസ്താദന്മാരോട് ഭയങ്കര സ്നേഹമാണ്, ഇൽമിനോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഭക്ഷണം കഴിക്കണ വീട്ടിൽ 4-5 മക്കളൊക്കെ വന്ന് കഴിക്കണുണ്ട്. ഒരു വീട്ടിൽ 4-5 മക്കളൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചില ദിവസമൊന്നും ഒരു കഴിക്കൂല, ഞങ്ങളെ കഴിപ്പിക്കും. അല്ല, നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണത് ഒരു നടുവിൽ ഭയങ്കര ദ്വാരമുള്ളൊരു പാത്രത്തിൽ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണേ അല്ലേ? നിങ്ങൾ പലരും ഭക്ഷണം കഴിക്കണത് പാത്രത്തിൽ ഭയങ്കര വലിപ്പമുള്ള പാത്രത്തിലാണ് കഴിക്കണേ. അപ്പോൾ ഞങ്ങൾ ഈ ചാലിയത്തെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ വീട്ടിലെ സഹോദരങ്ങൾ ഞങ്ങളോട് മനസ്സിലാവും, ഉസ്താദ് എത്ര കഴിക്കണേ, ഞങ്ങൾ എത്ര കഴിക്കണം. ഞാൻ 6 കൊല്ലം പൈസ കൊടുക്കാതെ മീൻ കഴിച്ച ആളാണ്. 6 കൊല്ലം പൈസ കൊടുക്കാതെ മീൻ കഴിച്ച ആളാണ്. കാരണം എന്തേ, എനിക്ക് ഉച്ചയ്ക്കും വൈകിട്ടും ദർസിൽ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്ന വീട്ടുകാർ 2 പേരും കടലിൽ പോണവരാ. ഒരു വൈകിട്ട് വന്നിട്ട് ഞാനാ ടെസ്റ്റ് ചെയ്യണം. ഓരോ മക്കളെ കൊണ്ട് കഴിപ്പിക്കൂല, ആദ്യമേ ഞാനാ കഴിക്കണം, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ രുചിയുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം ഞാനാ. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ പറയണത്, നിങ്ങളൊക്കെ അൽഹംദുലില്ലാ വള്ളത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിക്കണവരാ. 15 കിലോ 10 കിലോ അരിയൊക്കെ കൊടുക്കാൻ പറ്റുന്നവരെന്ത് ചെയ്യുക പറയുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാൾ ഇവിടെ നിൽക്കുക, ഒരു കമ്മിറ്റിക്കാരൻ എന്ത് ചെയ്യുക, പറയട്ടെ ഒരാളില്ല, എഴുതാറില്ല, അറിയില്ലേ, ഒരാളെന്ത് ചെയ്യുക, ആ കമ്മിറ്റിക്കാർ ആ നാട്ടുകാരുടെ ഇടയിലോട്ടൊന്നും ഇറങ്ങിച്ചില്ല. എന്നിട്ട് 10, 15, 20 ഒക്കെ മേടിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, എഴുതി വാങ്ങുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ തന്നെ തരണമല്ലേ? നാളെ തന്നെ തരണമല്ലേ? അത് ഇച്ചിരി പ്രതിസന്ധി ആയിരിക്കും. കാരണം എന്തേ, മീനൊന്നും ഇല്ലാത്ത സമയം എന്തായാലും ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരാ വോളണ്ടിയർമാരാണുള്ളത്? ഒരാളേ ഉള്ളു, ഒക്കെ മാത്രമേ ഉള്ളൂ. ഇത് മറ്റേ കഅബയിൽ പോയി തവാഫ് ചെയ്യണ പോലെ, പള്ളി നടുക്കും ചുറ്റും പെണ്ണുങ്ങളാ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ ഒരാൾ വേണം. ഞാൻ വരുന്ന വഴി അവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, അവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. അതും പെണ്ണുങ്ങളല്ലോ ഉസ്താദേ, അതും പെണ്ണുങ്ങളുണ്ട്. ആ വീടിന്റെ അവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ, എല്ലായിടത്തും കമ്മിറ്റിക്കാർ ചെല്ല, ചോദിക്കാൻ പറ്റുന്ന വാങ്ങുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സ്ത്രീ മക്കള് പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി 1000 രൂപ. അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ, വിജയം കൊടുക്കണേ നാദാ, ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, അദബും ഇഖ്ലാസും തഖ്വയും കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിക്കു ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. MF വലക്കാർ 2 കിൻഡൽ അരി, 50 കിലോ ഇറച്ചി. സിംഗം വലക്കാർ 2 കിൻഡൽ അരി, ഇറച്ചി 25 കിലോ. മരിച്ച ഖാത്തിം അവർക്ക് ദുആ ചെയ്യാൻ 1040 രൂപ. 1040 കിലോ അല്ല, 1040 പൈസയും ഒരു സ്ത്രീയുടെ കാൽസുഖത്തിന് വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ 2 കിൻഡൽ തന്നവര്, അല്ലാഹുവേ അരി തന്നവര്, ഇറച്ചി തന്നവര്, അല്ലാഹുവേ 1040 രൂപ തന്ന സഹോദരി അടക്കം എല്ലാവർക്കും നാദാ ഖൈർ കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇതെന്റെ വീട്ടിലേക്ക് അരി വെക്കാനുള്ളതല്ല, ഇത് കമ്മിറ്റിയുടെ വീട്ടിലേക്ക് അരി വെക്കാനുള്ളതല്ല. നിങ്ങളുടെ നാട്ടില് നാളെ ഒരു സദസ്സ് കഴിയുമ്പോ
ചീരനി കൊടുക്കാനുള്ളതാ. അല്ലാഹുവേ, ആര് കൊടുത്താലും കബൂലാക്കണേ അല്ലാ. അവരാരെയും വെറുതെ ആക്കല്ലേ അല്ലാ. അവരെല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. അവർക്കെല്ലാവർക്കും ദാരിദ്ര്യങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് കൊടുക്കല്ലേ നാദാ. പടച്ചവനെ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. കണ്ണേറ് വെക്കുന്നവരെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. അസൂയാലുക്കളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. കാലവിപത്തുകളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെങ്കിലും ഉണ്ടോ ഉസ്താദേ ഒരു 15 കിലോ ഞാൻ തരാം, അല്ലെങ്കിൽ ഒരു 10 കിലോ ഞാൻ തരാം എന്ന് നെയ്യത്ത് വെച്ചിട്ട് തരുന്നവരാരെങ്കിലും ഉണ്ടോ? ചെറിയ കമ്മിറ്റിക്കാരൊന്നും ആരും ഇല്ലാത്ത ഉസ്താദ്, ആരും ഇല്ല. എത്രയാ? 50 കിലോ അരി. ഉസ്താദ് എല്ലാം അറിയാം. കമ്പനി ബലക്കാർ. ഇവിടെ വള്ളത്തിനാ ബലക്കാർ എന്നാണ്. കൂട്ടം കമ്പനി വളക്കാർ. അൽഹംദുലില്ലാഹ് 50 കിലോ അരി അൽഹംദുലില്ലാഹ് സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ കബൂലാക്കണേ അല്ലാ. അവരുടെ വള്ളത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഖൈറിലാക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ സദഖ കൊടുക്കുന്ന പാവങ്ങളാണ് അല്ലാഹുവേ. അവരുടെ വലയിലും വള്ളത്തിലും മത്സ്യത്തിലും സമ്പത്തിലുമെല്ലാം തൊഴിലാളികളിലുമെല്ലാം ഖൈർ കൊടുക്കണേ നാദാ. മലക്കുകളുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ബദരീങ്ങളുടെ കാവല് കൊടുക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കീറിമുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനേ. 25 ചാക്കോ 25 കിലോ അൽഹംദുലില്ലാഹ് സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ സത്താർ എന്ന് പറയുന്ന സഹോദരൻ 25 കിലോ അരിയാണ് നാദാ. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് കൊടുക്കല്ലേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാ. സ്വർഗ്ഗം കൊടുക്കണേ നാദാ. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ാക്കണേ അല്ലാ. അതവുള്ളവരാക്കണേ അല്ലാ. ഈമാനുള്ളവരാക്കണേ അല്ലാ. മുത്തഖീങ്ങളാക്കണേ അല്ലാ. അവരുടെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഖൈറിലാക്കണേ നാദാ. കണ്ണീറുകളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആരാ? അപ്പോൾ ഉസ്താദേ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ ഉസ്താദേ? അൽഹംദുലില്ലാഹ്. എത്രയ്ക്കാ പറഞ്ഞോ? അബ്ദുൽ ഖാദർ അൽഹംദുലില്ലാഹ്. 25 കിലോ അരിയല്ലേ? അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഉസ്താദേ ഞാൻ കൊടുക്കാം, ഉസ്താദേ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്ന സഹോദരനാണ് നാദാ. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സഹോദരന് ഖൈർ കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഈമാന് കൊടുക്കണേ അല്ലാ. അദബ് കൊടുക്കണേ നാദാ. പടച്ചവനെ മത്സ്യബന്ധനമാണ്, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. തിരിച്ചു മയ്യത്തായി കൊണ്ടുവരുന്ന ഒരു ഗതികേട് കൊടുക്കല്ലേ റഹ്മാനേ. പടച്ചവനെ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ബദരീങ്ങളുടെ കാവല് കൊടുക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെങ്കിലും ഉണ്ടോ ഉസ്താദേ ഞാൻ കൊടുക്കാം ഒരു 10 കിലോ 15 കിലോ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു 5 പേര് ചേർണ്ടെങ്കിൽ അങ്ങനെ, ഒരു 10 പേര് ചേർണ്ടെങ്കിൽ അങ്ങനെ. ഈ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരാ ഉസ്താദേ വോളണ്ടിയർമാരെ വിട് ഉസ്താദേ, വിട് അവിടെ ഇവിടെയൊക്കെ വിട്ട നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യാം, ചോറുമായിട്ട് പോകാം, ഇല്ലെങ്കിൽ അവരുമായിട്ട് പോകേണ്ടി വരും. അതറിഞ്ഞേ ഉണ്ടോ ഉസ്താദേ ഞാൻ കൊടുക്കാം.
സവാദ് 25 കിലോ. കമ്മറ്റിക്കാർ ഓടണം കേട്ടോ. ഈ വെള്ളയിട്ട് 2-3 പേര് മാത്രം ഓടുന്ന മറ്റേ മോർച്ചറിൽ നിൽക്കണവരെ അവർ നിൽക്കുക. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും മുമ്പിൽ ചെല്ലുക. എല്ലാവരും ഇൻഷാല്ലാ തരുന്നത് വാങ്ങാം. 1 കിലോയെങ്കിൽ 1 കിലോ, 2 കിലോയെങ്കിൽ 2 കിലോ, 5 കിലോയെങ്കിൽ 5 കിലോ, 10 എങ്കിൽ 10. ഉസ്താദ് ഞങ്ങൾ 10-നും 15-നും ഇല്ല ഉസ്താദ്, ഒരു ചാക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എത്രയാലും കുഴപ്പമില്ല. അപ്പോൾ കൊടുത്തു വിടുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇത് കിട്ടാൻ പാടെന്തെന്നറിയോ, നാളെ കൊടുക്കേണ്ടതുണ്ടാ അല്ലേ? നാളെ കൊടുക്കേണ്ടതുണ്ടാ. ഇനി അടുത്ത കൊല്ലം ചെയ്യുമ്പോൾ എന്തിനാ പറയുക, നേരത്തെ പിരിച്ചു വെക്കണം, നേരത്തെ ഒരു ട്രൗസർ വരണം. അപ്പം എന്ത് നേരത്തെ കിട്ടും. ഇതിപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് നാളെ തരണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിട്ടാൻ ഇത്തിരി പ്രയാസം. കാരണം എന്തേ, മീനില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. കക്കാൻ പോകാൻ പറ്റുമോ? പറ്റൂല. എന്തായാലും ജോലിക്ക് വേണ്ട പൈസ കൊടുക്കാൻ പറ്റൂ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എത്ര കിലോ? 25 കിലോ അരി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാ. സവാദിന്റെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും കൊടുക്കണേ അല്ലാ. സവാദിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സമ്പത്തിലെ വർധനവ് കൊടുക്കണേ അല്ലാ. ദുരിതങ്ങൾ കൊടുക്കല്ല അല്ലാ. കീറിമുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഗതികേട് കൊടുക്കല്ല നാദാ. കബൂലാക്കണ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനേ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നിസാർ മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് 20 കിലോ അരി. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ 20 കിലോ അരി മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നിസാറാണ് നാദാ. ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പേരറിയുന്നവൻ നീയാണ് റബ്ബേ. നിസാറിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പേര് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തുന്ന വിഭാഗത്തിൽ പെടുത്തണേ നാദാ. കബൂലാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ ആ ഉമ്മ അനുഭവിക്കുന്ന യാതനകളോ വേദനകളോ നൊമ്പരങ്ങളോ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ മദീനയും മക്കയും കാണാതെ നിസാറിനെ മരിപ്പിക്കല്ലേ നാദാ. ജാബിർ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പേരിൽ 25 കിലോ അരി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ജാബിറിന്റെ മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറു വിശാലമാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. നരകം നീ ഹറാമാക്കണേ അല്ലാ. ആര് കൊടുത്താലും അവർക്ക് നീ കബൂലിയത്ത് കൊടുക്കണേ അല്ലാ. അവന്റെ പ്രിയപ്പെട്ട പിതാവിന് എന്തെല്ലാം നന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ വാപ്പയും മക്കളെയും നീ സ്വർഗത്തില് ഒരുമിപ്പിക്കണേ നാദാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സഹാദത്ത് 50 സഹാദത്ത് അൽഹംദുലില്ലാ 50 കിലോ അരി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഹലാലാകുന്ന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. സന്തോഷങ്ങൾ കൊടുക്കണേ അല്ലാ. യാതനകൾ മാറ്റി കൊടുക്കണേ അല്ലാ. വേദനകൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഇടങ്ങേറുകൾ മാറ്റി കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറു വിശാലമാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. പരലോകം വിജയത്തിലാക്കണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാ. നാദാ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവനെ മദീനയും മക്കയും കണ്ടുകൊണ്ട് മരിക്കാൻ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. സൈനുദ്ദീനും ബഷീറും കൂടി ചേർന്നിട്ട് 25 അരി. ഇതിന്റെ അരിയാണ് തരേണ്ടത്, പൈസയാണ് തരേണ്ടത്? പൈസ കൊടുത്താൽ മതി. അരി കൊടുത്താൽ ചിലപ്പോൾ കുറച്ചൊരു ബിരിയാണി അരി കൊടുക്കണേ, കുറച്ചൊരു പുഞ്ചേരി കൊടുക്കും, കുറച്ചൊരു റേഷൻ അരി കൊടുക്കും. അവസാനം അവലും പഴം കൂടി മിക്സ് ചെയ്തല്ലായി പോകും. അപ്പം എന്ത് ചെയ്യാ, പൈസ അല്ലേ? നാളെ രാവിലെ പൈസ കൊടുക്കണം. കടയിൽ കടം പറഞ്ഞൂടെ? ഇല്ല. അങ്ങനെ സാധനം കൊണ്ടുവരുന്നുണ്ട്, പിന്നെ നമ്മൾ കടയിൽ പൈസ കൊടുക്കണം. അപ്പം അല്ലെങ്കിൽ കമ്മറ്റിക്കാർ കടത്തിലാവും. അതാ പറയണേ. പിടിച്ചാ അല്ലാഹു റാഹത്തിലാക്കട്ടെ. ആരെ ഉസ്താദ് 2 പേരുടെ പേരെന്താ പറഞ്ഞേ? സൈനുദ്ദീനും
ബഷീറും കൂടി ചേർന്നിട്ട് 25 കിലോ അരി. അൽഹംദുലില്ലാഹ്. 25ന്റെ പകുതി എത്ര ദിവസം? അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ. സൈനുദ്ദീൻ എന്ന് പറയുന്ന സഹോദരനാണ്, ബഷീർ എന്ന സഹോദരനാണ്. നാദാ, ആരതിൽ നിന്നൊരു വിറ്റ് കഴിച്ചാൽ, അതിൽ നിന്നൊരു അറ്റ് കഴിച്ചാലും പടച്ചവനെ അവരുടെ ജീവിതത്തിലേക്ക് അതിന്റെ പൊരുത്തങ്ങളും ഗുരുത്തങ്ങളും കൊടുക്കണേ നാദാ. നേർച്ചയുടെ മുതലാണ് സ്വീകരിക്കണേ അല്ലാ, സദഖയുടെ മുതലാണ് കബൂലാക്കണേ അല്ലാ, അന്നമാണ് കബൂലാക്കണേ അല്ലാ, ആഹാരമാണ് കബൂലാക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ലേ നാദാ, സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ, ആഖിറത്ത് നന്നാക്കണേ അല്ലാ. അവരുടെ വള്ളങ്ങളിലും കച്ചവടങ്ങളിലും മത്സ്യങ്ങളിലുമെല്ലാം ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ അവരെ രണ്ടുപേരെയും മരിപ്പിക്കല്ലേ നാദാ. ഹനീഫ് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 25 കിലോ അരി. സൂറത്തോ ഒരു സുഹൃത്തിന്റെ ഉമ്മാന്റെ പേരിൽ എത്ര? 20 കിലോ അരി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഈ പേര് പറഞ്ഞ 3 പേരെയും കബൂലാക്കണേ അല്ലാ. പടച്ചവനവരുടെ സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും പേരെടുത്ത് ദുആ ചെയ്യുന്നത് നിങ്ങൾ പാവങ്ങളാ, ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നവരാ. അല്ലാഹുവേ അവർക്ക് നീ വർധനവ് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. കടലിൽ പോയി അല്ലാഹുവേ മത്സ്യം പിടിച്ചു കൊണ്ടുവന്ന് ജീവിക്കുന്നവരാണ്. അവരെ മരിപ്പിക്കല്ല നാദാ, അപകടങ്ങൾ കൊടുക്കല്ല അല്ലാ, ആഖിബത്ത് നന്നാക്കണ അല്ലാ. ദുരിതങ്ങൾ കൊടുക്കല്ല അല്ലാ, ദുരന്തങ്ങൾ കൊടുക്കല്ല അല്ലാ, ആഖിബത്ത് നന്നാക്കണ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനേ. ആരെങ്കിലും ഉണ്ടോ? ഈ പെണ്ണുങ്ങളുടെ ഭാഗത്ത് പോയിട്ടുണ്ടോ? ഒരാൾ മാത്രം പോയ? അവിടെ ആരാ പോയിട്ടുണ്ട്? ഇവിടെ ആരാ? അതെ, അതിന്റെ ഇടയിൽ കുറച്ചിരിപ്പുണ്ട്. നോക്ക് സാർ, അതിന്റെ ഇടയിൽ അവിടെ ചെല്ല ഇൻഷാ അല്ലാഹ്. ഒന്ന് കറുത്ത വെറുതെയാ, ഒരു ഇരിക്കണ ഇരുട്ടത്തുവാ, അപ്പൊ കാണൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ, അവിടെ ചെന്ന് നോക്കുക. അല്ലാഹുവേ കൊടുക്കുന്നവരൊക്കെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. നിയാസ് 20 കിലോ അരി മാത്രം പോരാട്ടോ, പച്ചക്കറി വേണ്ടി വരും, ഇറച്ചിയും വേണ്ടി വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇറച്ചി കൊടുക്കേണ്ടത് എന്ത് ചെയ്യാ, അങ്ങനെ കൊടുക്കുക. ഇവിടെ ഒരു ഉസ്താദ്, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ വള്ളത്തിൽ പോണവരല്ലേ ഉസ്താദേ? അല്ലേ, വള്ളത്തിൽ പോണവരാ. നിങ്ങളൊരു സെറ്റ് കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ചാക്കരി. എനിക്ക് വേണ്ട, എനിക്ക് കഴിക്കണ്ട. അൽഹംദുലില്ലാഹ് നാളെ ഇവിടെ ദുആ ചെയ്തിട്ട് ചീരണിയായിട്ട് കൊടുക്കണതാ. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാൻ നെയ്ച്ചോറ് ഇറച്ചി മേടിക്കാൻ പൈസ ഇല്ലാന്നിട്ട് അതൊന്നുമല്ലപ്പാ ഞാൻ പറയണത്. ഒരു അൽഹംദുലില്ലാഹ് ഒരു സ്വർഗത്തിന്റെ വേദിയിൽ നിന്ന് എല്ലാവരും ദുആ ചെയ്തിട്ട് കൊടുക്കണതിൽ ഒരു ബറക്കത്തുണ്ടാകും. അപ്പൊ അൽഹംദുലില്ലാഹ് പൈസ തിരക്കൊന്നും ആക്കണ്ട, വെള്ളിയാഴ്ച മതി. അത് ഇത്തിരി അന്തസ്സുണ്ട്. കാരണം എന്താ, ഇന്ന് ചൊവ്വാഴ്ച, ബുധൻ, വ്യാഴം 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച പൈസ കൊടുത്താൽ മതി. വെള്ളിയാഴ്ച രാത്രി കൊണ്ടുവന്ന് ചെയ്താൽ മതി. കമ്മിറ്റിക്കാരുടെ ഉസ്താദിന്റെ കയ്യിൽ ആരുടെയും പൈസ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ കഴിവുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കിലോ ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. ആ സുഹൃത്തിന്റെ വാപ്പ മരിച്ചു. എത്ര? 25 കിലോ അരി. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഉസ്താദിനോട് പറഞ്ഞവര്, ഈ സാധുവായ സഹോദരനോട് പറഞ്ഞേൽപ്പിച്ചവര്, നാദാ പടച്ചവനെ കബൂലാക്കണേ നാദാ. പടച്ചവനെ നേർച്ചയുടെ പങ്കിന് വേണ്ടിയിട്ടാണ്, ദുആ ചെയ്ത് കൊടുക്കാനാണ്. അല്ലാഹുവേ മുഹീദ്ദീൻ ശൈഖിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ, റസൂലുള്ളാഹിയുടെ മദദ് കൊടുക്കണേ അല്ലാ, തിരുനോട്ടം കൊടുക്കണേ അല്ലാ. പടച്ചവനെ അപകട മരണങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ദുരന്തങ്ങൾ കൊടുക്കല്ലേ അല്ലാ, കാലവിപത്തുകൾ കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ മരണപ്പെടും ഒരവസ്ഥ കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ കടലിൽ പോയി ജീവിക്കുന്നവരാണ്, ഖൈറിലാക്കണ അല്ലാ, ആഖിബത്ത് നന്നാക്കണ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനേ. കെ എം നാസർ മരിച്ചുപോയ ഉമ്മാക്കും
ജ്യേഷ്ഠനും വേണ്ടിയിട്ട് 15 കിലോ അരി. അല്ലാഹുവേ നീ സ്വീകരിക്ക റഹ്മാനേ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. മരിച്ചുപോയ ഉമ്മയുടെയും ജ്യേഷ്ഠന്റെയും ഖബറു വിശാലമാക്കണേ നാഥാ. ആ കൂടപ്പറപ്പിങ്ങളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്ന വിഭാഗങ്ങളിലോ പെടുത്തണേ അല്ലാ, പെടുത്തണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് മരിക്കാൻ നീ സൗഭാഗ്യങ്ങൾ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെല്ലാം സന്തോഷങ്ങളും യാതനകളും സന്തോഷങ്ങളുണ്ടോ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹു എന്തെല്ലാം സങ്കടങ്ങളും യാതനകളും ഉണ്ടോ അതെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഖാലിദ് 25 കിലോ അരി. എത്ര ചാക്കരിയാ വേണ്ടേ? എത്ര ചാക്കരിയാ വേണ്ടേ? കിട്ടിയാ കിട്ടിയിട്ട് അതാ ഞാനോർത്ത് ഇവരെല്ലാം അരിക്കട തുടങ്ങാൻ പോകണമെന്ന് ആലോചിച്ച്. ഇൻഷാ അല്ലാ ബാക്കി പൈസ എന്ത് ചെയ്യും? അല്ല ഇതിന്റെ ചെലവൊക്കെയല്ലേ? ഇൻഷാ അല്ലാ ബാക്കി കിട്ടണ പൈസ ഇതിന്റെ ഒരു രൂപ പോലും ഒരു വീട്ടിൽ കൊണ്ടുപോകില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. ഇനി ഉസ്താദ് വണ്ടിയിലല്ലേ വന്നേ, ഉസ്താദിന്റെ വണ്ടിയിൽ പുറകിൽ കയറ്റി അതൊന്നുമില്ലപ്പാ. ഇൻഷാ അല്ലാ എന്ത് ചെയ്യും? ഇതിന് കിട്ടണ ബാക്കി പൈസ അൽഹംദുലില്ലാ ഇതിന്റെ വരുമാനത്തിന് ഉപയോഗിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ഇതിനും ഉപയോഗിച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പുട്ടടിക്കോ? ഇല്ല, പള്ളിക്ക് ഉപയോഗിക്കും അല്ലേ ഉസ്താദെ? അൽഹംദുലില്ലാ ഇതിന്റെ ചെലവിന് വേണ്ടി ഉപയോഗിക്കും. അല്ലാഹു സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ കമ്മിറ്റി വേറെ, പള്ളി കമ്മിറ്റി വേറെ, അങ്ങനെയാണോ? അങ്ങനെ അങ്ങനെയൊക്കെ ഓഫ് ബെറ്റീസ്. ഞാൻ +2 ഗുസ്തി അതാണ്. ഓഫ് ബെറ്റീസ് 25 കിലോ ഇറച്ചി. അൽഹംദുലില്ലാ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ നേരത്തെ സ്വതക്ക തന്നവരെയും കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ നാദാ. റാഹത്തിലാക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. പടച്ചവനെ സന്തോഷം കൊടുക്കണേ അല്ലാ, പടച്ചവനെ അദബ് കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, തഖ്വ കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ അരികൾ തന്നവര്, മാംസങ്ങൾ തന്നവര് സർവരെയും കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരാളുടെ മുമ്പിൽ കൈനീട്ടണ്ടൊരു ഗതികേട് കൊടുക്കല്ലേ നാദാ. പടച്ചവനെ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 1 കിലോ അരിക്ക് എത്രയാ വരണേ? എത്രയൊക്കെ വരുന്നേ? എത്രയാ? 60 രൂപ. 10 കിലോ ആകുമ്പോൾ 600, 20 കിലോ ആകുമ്പോൾ 1200. അപ്പം അതിൻ്റെ വിലയും കൂടി എന്ത് ചെയ്യാ പറഞ്ഞതേ ഉള്ളൂ. അത് ഹോൾസെയിൽ എടുക്കുമ്പോഴാ ഇൻഷാ അല്ലാ. 20 കിലോ അരി അനീസ് ആർക്ക് വേണ്ടിയിട്ട്? മരിച്ചവർക്ക് വേണ്ടിയിട്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു. കൊടുക്കാൻ കഴിവില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ആമീൻ ഒരു പ്രചോദനമാ. അനീസിന്റെ പ്രിയപ്പെട്ട മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറു വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ബറാഅത്തിന്റെ നോമ്പ് പിടിച്ചതിന് ശേഷം ദുആ ചെയ്യുകയാ. നാദാ ഒരുപാട് ക്ഷീണമുണ്ട് റബ്ബേ, എന്നാലും ഈ പാവങ്ങൾക്ക് വേണ്ടിയല്ലേ റഹ്മാനേ അനീസിന്റെ പ്രിയപ്പെട്ട കുടുംബാദികൾക്കു ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ നാദാ. പടച്ചവനെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, ഖൈറായ മരണം കൊടുക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനേ. ഒരു ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാ 2000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കൂ റബ്ബേ. അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ശമ്പളത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഹലാലാകുന്ന സമ്പാദ്യം കൊടുക്കണേ അല്ലാ, ഖൈറായ ഇണയെ കൊടുക്കണേ അല്ലാ, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ, ഖൈറായ എല്ലാവിധ സന്തോഷങ്ങളും കൊടുക്കണേ അല്ലാ. വേദനകൾ, യാതനകൾ, സങ്കടങ്ങൾ, ദോഷങ്ങൾ കൊടുക്കല്ലേ നാദാ. റഹ്മാനേ ആഖിബത്ത് നന്നാക്കണേ അല്ലാ.
മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരു ഗതികേട് കൊടുക്കല്ലേ റഹ്മാനേ. നിജാത്ത് വലക്കാര് 50 കിലോ അരി. അൽഹംദുലില്ലാഹ്. അത് ഈ വലക്കാരെന്ന് പറയുമ്പോൾ ഉസ്താദെ അവരെല്ലാവരും കൂടി കൊടുക്കുക, അതോ അതിന്റെ മുതലാളി മാത്രം കൊടുക്കുക? മുതലാളി പിന്നെ ഒരു കൊടുത്തില്ലെങ്കിലും മുതലാളി കൊടുക്കും. അപ്പം ഇൻഷാ അല്ലാഹ് നിജാത്ത് എന്ന് പറയുന്ന വലക്കാർ അൽഹംദുലില്ലാഹ് 50 അല്ലേ, 50 കിലോ അരി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാ, അവരുടെ വള്ളത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, വലയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, തൊഴിലാളികൾ ബറക്കത്ത് കൊടുക്കണേ അല്ലാ നാദാ, അവരുടെ യാത്രയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് പടച്ചവനെ മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ് നാദാ, ഹലാലാകുന്ന മത്സ്യങ്ങൾ കൊടുക്കണേ അല്ലാ, ഹലാലാകുന്ന സമ്പാദ്യം കൊടുക്കണേ അല്ലാ, ദീനിന് വേണ്ടി കൊടുക്കുന്നവരാണ് നാദാ. ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. അങ്ങനെ വരട്ടെ. 3 സുഹൃത്തുക്കൾ ചേർന്നിട്ട് 25 കിലോ. അതുപോലെ ബാക്കിയുള്ള 3 ഞാൻ പറഞ്ഞു കഞ്ചാവ് അടിക്കാൻ മാത്രം കൂടെ കൊണ്ടുപോയി പോരാ, വെള്ളം അടിക്കാൻ മാത്രം കൂടെ കൊണ്ടുപോയി പോരാ, സദഖ കൊടുക്കാൻ എന്ത് ചെയ്യണം കൂടെ കൊണ്ടു. നിങ്ങൾ അടിക്കണവരാണല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് പേടി അത് പറയാൻ, കാരണം വേറെ ഒന്നുമില്ല. ഞാൻ കാസർഗോഡ് പൗവൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വയല് പറഞ്ഞു. കാസർഗോഡ് പൗവൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വയല് പറഞ്ഞു. അപ്പോൾ എന്നോട് കമ്മിറ്റിക്കാർ വൈകിട്ട് അസറിന് വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ ഏത് വിഷയമാണ് പറയണേ? എന്നോട് ചോദിച്ചു ഏത് വിഷയമാണ് പറയണേ? അപ്പോൾ ഞാൻ പറഞ്ഞു ലഹരീനെ പറ്റിയാണ് പറയണേ. എന്താ പറയുക? ലഹരീനെ പറ്റിയാണ് പറയണേ. അപ്പം തന്നെ സെക്രട്ടറിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഖബറിനെ പറ്റി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു വിഷയം ഇങ്ങനെ ആയിക്കോട്ടെ, ലഹരിയിലൂടെ ഖബർ. എന്താ പറഞ്ഞേ? ലഹരിയിലൂടെ ഖബർ. അപ്പോഴും ഈ ചങ്ങാതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നാൽ ഈ ശൈത്താൻ ലഹരി വിടൂല. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ രാത്രി വയലിന്റെ സ്ഥലത്ത് വന്നു. ഞാൻ എന്ത് ചെയ്തു, അൽഹംദുലില്ലാഹ് ലഹരിയെ പറ്റി വയല് പറഞ്ഞു. ഒരു 2-2.5 മണിക്കൂർ വയല് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നന്ദിയിൽ പഠിച്ച ധാരിമികളാകുന്ന 2 കൂട്ടുകാർ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ സെക്രട്ടറി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ട്രെയിനിന് സമയമായി, പെട്ടെന്ന് പോകണം. എന്താ പറഞ്ഞേ? ട്രെയിനിന് സമയമായി, നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ട്രെയിനിന് സമയമായിട്ടില്ല, 3:30 മണിക്കാണ് ട്രെയിന്, 2 മണി 1 മണി ആയതല്ലേ ഉള്ളൂ. ഇല്ല ഉസ്താദേ ട്രെയിൻ നേരത്തെയാണെന്ന് പറഞ്ഞു, ട്രെയിൻ ടിക്കറ്റ് മാറിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി വന്ന് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ എൻ്റെ മുമ്പിൽ നിർത്തി പെട്ടെന്ന് തന്നെ കയറ്റിയിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയേ, ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയി. ഞാൻ താമസിച്ച വീട്ടിലോട്ട് കൊണ്ടുപോയി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകണില്ലേ? ഇല്ല ഉസ്താദ് നമുക്ക് ഇവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് റൂമിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ എന്തേ? ഒന്നുമില്ല ഉസ്താദേ. ഉസ്താദ് ലഹരിയെ പറ്റി വയല് പറഞ്ഞപ്പോൾ ഉസ്താദ് കള്ളുകുടിയെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് കള്ളുകുടിയെ പറ്റി പറയുമ്പോൾ ഇവന്റെ വിചാരം ഉസ്താദ് അവനെ പറ്റി പറയാന്ന. അങ്ങനെ ഇവൻ എണ്ണീച്ചു പോകുമ്പോൾ ഉസ്താദ് കള്ളുകുടിയെ പറ്റി പറയുന്നില്ല. ഇവൻ പിന്നെയും വന്നിരിക്കുമ്പോൾ ഉസ്താദ് പിന്നെയും കള്ളുകുടിയെ പറ്റി പറയണേ. അപ്പൊ ഇവന്റെ വിചാരം എന്താ? എന്നെ കമ്മിറ്റിക്കാർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ കള്ളുകുടിക്കെതിരെ പറയാന്ന. ഉസ്താദിന്റെ പുറകിൽ ഓൻ വരുന്നുണ്ടായിരുന്നു ചോദിക്കാനായിട്ടാണെന്ന് അവനും പറഞ്ഞത്. അപ്പൊ എനിക്ക് പേടിയാ പറയാനായിട്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ അൽഹംദുലില്ലാഹ് ദീനിന്റെ മുൻപന്തിയിൽ അൽഹംദുലില്ലാഹ് നിൽക്കണം. 3 കൂട്ടുകാർ ചേർന്നിട്ട് അൽഹംദുലില്ലാഹ് 25 കിലോ അല്ലേ ഉസ്താദേ? 25 മാറ്റി 50 ആക്കി വരും. 50 ആക്കി. ഇനി ഒന്നും കൂടെ പൊക്കിയാൽ 100 ആക്കുമോ? ഇല്ലല്ലേ? ഇൻഷാ അല്ലാഹ്. ഞാൻ ഓർത്ത് 25 കിലോ എങ്ങനെ 3 പേരും കൂടി ഭാഗിക്കാൻ ഇച്ചിരി പാടാ. 50 ആകുമ്പോൾ ഇത്തിരി കൂടെ എളുപ്പമുണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാ. ആ 3 കൂട്ടുകാരെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. റസൂലുള്ളാഹിയും അബൂബക്കർ തങ്ങളെ പോലെ, റസൂലുള്ളാഹി ഉമർ തങ്ങളെ പോലെ, റസൂലുള്ളാഹി ഉസ്മാൻ തങ്ങളെ പോലെ, റസൂലുള്ളാഹി മലിയാർ തങ്ങളെ പോലെ ഈ പാവപ്പെട്ട 3 ചെറുപ്പക്കാരെ നാദാ റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. പടച്ചവനെ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന മക്കളിലു പെടുത്തണേ അല്ലാ. ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ദാമ്പത്തിക ജീവിതത്തിലു ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇഖ്ലാസ് കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഖൈറിലാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. മുസാഫിർ വലക്കാര് 200 കിലോ അല്ലേ?
അൽഹംദുലില്ലാ. മുസാഫിർ വലക്കാര് 2 ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങൾക്ക് ആവശ്യമുള്ള അരി കിട്ടിയിട്ടുണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഇതിന്റെ ബാക്കി പൈസ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഒരു പുട്ടടിക്കെന്ന്. അത് അൽഹംദുലില്ലാ. അല്ല, ഇതിന്റെ ചെലവിലേക്ക് തന്നെ 1 രൂപ പോലും പോകില്ല. എല്ലാം അൽഹംദുലില്ലാ ഈ നേർച്ചയുടെ ചെലവിലേക്ക് പോകും. അള്ളാഹു സ്വീകരിക്കട്ടെ. മുസാഫിർ എന്ന് പറഞ്ഞ വലക്കാര് 2 കിൻഡൽ അരി. അൽഹംദുലില്ലാ. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ സന്തോഷത്തിലാക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. ഖൈർ കൊടുക്കണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മുസാഫിർ എന്ന് പറയുന്ന വള്ളത്തിനു ഖൈറിലാക്കണേ അല്ലോ. പേര് പോലെ തന്നെ അവരുടെ യാത്രയിലു ബറക്കത്ത് കൊടുക്കണേ അല്ലോ. പടച്ചവനെ സന്തോഷങ്ങൾ കൊടുക്കണേ അല്ലാ. യാതനകൾ കൊടുക്കല്ലേ അല്ലോ. കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. കണ്ണേറുകളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലോ. അതിന്റെ പ്രിയപ്പെട്ട തൊഴിലാളികളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലോ. സന്തോഷങ്ങൾ കൊടുക്കണേ അല്ലോ. അല്ലാഹു മുസാഫിറിലെ പ്രിയപ്പെട്ട യാത്രക്കാർക്ക്, അതിലെ പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് അല്ലാഹുവേ നീ സന്തോഷങ്ങളും യാതനകളും വേദനകളൊക്കെ നീ മാറ്റിക്കൊടുത്ത് സന്തോഷങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഒരു ഹനീഫ് 30, ഒരു ഹനീഫ് 20. ഇനി വേറെ ഒരു ഹനീഫ് ഇല്ല. ഒരു ഹനീഫ് 30, അൽഹംദുലില്ലാ. ഒരു ഹനീഫ് 20. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ 2 സഹോദരങ്ങളാണ്. ഹനീഫ് എന്ന് പറയുന്ന 2 സഹോദരങ്ങൾ 30 കിലോ 20 കിലോ. അല്ലാഹുവേ ഈ മനോഹരമാകുന്ന നേർച്ചയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ ആര് കടിച്ച് അൽഹംദുലില്ലാ പറഞ്ഞാൽ അതിന്റെ പ്രതിഫലങ്ങൾ 2 ഹനീഫമാരുടെ ജീവിതത്തിലേക്ക് കൊടുക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. ദാനധർമ്മമാണ് കബൂലാക്കണേ അല്ലോ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. യാതനകൾ വേദനകൾ ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലോ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റാഹത്തിലാക്കട്ടെ. എന്തിറച്ചി ഉസ്താദ് കൊടുക്കണേ? മുസ്തഫാന്റെ വള്ളക്കാര്, ബദർ വലക്കാര്.